ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ 7ാമത്തെ പാർട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കഥകൾ ഡെയിലി വേണോ അതോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മതിയോ എന്ന് ചോദിച്ചിട്ട്. നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കഥകൾ ഇടാറ്. നിങ്ങൾ കൂടുതൽ പേരും ഡെയിലി ഇടണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ ഡെയിലി ഇടുന്നതായിരിക്കും കേട്ടോ കഥ. ചില സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇടാതിരിക്കുക കേട്ടോ. ബാക്കി എല്ലാ ദിവസവും വരുവേ. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അവസാനം സംസാരിക്കാം. കാരണം ഇനിയിപ്പോൾ കഥയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട. കഥ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. രാവിലെ ആദ്യ ബെൽ മുഴങ്ങുന്നതിന് മുൻപേ സ്കൂൾ മുറ്റം കുട്ടികളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരുന്നു. വാർഷികാഘോഷം അടുത്തത് കണ്ട് ഓരോ ക്ലാസ്സിലും ഓരോ ഒരുക്കങ്ങളായിരുന്നു. എവിടെയോ പാട്ടിന്റെ പരിശീലനം, മറ്റൊരിടത്ത് പ്രസംഗം, മറ്റൊരു ഭാഗത്ത് നാടകത്തിന്റെ ഡയലോഗുകൾ. സ്കൂൾ മുഴുവൻ ഒരു ഉത്സവത്തിന്റെ തിരക്കിലായിരുന്നു. ഓഫീസിൽ നിന്ന് ഫയൽ കയ്യിലെടുത്ത് കാശിനാഥൻ പതിവ് പോലെ ഓരോ ക്ലാസും പരിശോധിച്ചുകൊണ്ട് നടന്നു. അവന്റെ നടത്തം കണ്ടാൽ തന്നെ കുട്ടികൾ ഓരോരുത്തരും നേരെ നിൽക്കും. ആരോടും അനാവശ്യമായി അവൻ സംസാരിക്കാറില്ല. എന്തെങ്കിലും കുറവ് കണ്ടാൽ മാത്രം അത് ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകും. വരാന്തയുടെ അറ്റത്തുള്ള വലിയ ഹാളിനടുത്തെത്തിയപ്പോൾ താളത്തിന്റെ ശബ്ദം കേട്ടു. 1 2 3 തിരിയൂ. ബിന്ദുവിന്റെ ശബ്ദമായിരുന്നു അത്. കാശി അറിയാതെ അങ്ങോട്ട് നോക്കി. ഹാളിനുള്ളിൽ 10ഓളം പെൺകുട്ടികൾ വരിവരിയായി നിന്നുകൊണ്ട് നൃത്ത പരിശീലനം നടത്തുകയാണ്. നടുവിൽ ഇന്ദു. കുട്ടികളുടെ ഓരോ ചുവടും ശ്രദ്ധിച്ച് തെറ്റുന്നിടത്ത് മെല്ലെ തിരുത്തി കൊടുക്കുന്നു. ഇല്ല മോളെ, കൈ കുറച്ചുകൂടി ഉയർത്തു. അതെ അതെ, ഇനി വീണ്ടും. കുട്ടികൾ വീണ്ടും തുടങ്ങി. കാശി 2 നിമിഷം അവിടെ നിന്ന് നോക്കി. അവനെ കണ്ടതും ഒരു കുട്ടി പതുക്കെ പറഞ്ഞു, ടീച്ചറെ, സാറ്. ഇന്ദു തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി നിൽക്കുന്ന കാശിനാഥൻ. അവൾ ഉടൻ പരിശീലനം നിർത്തി. ഗുഡ് മോർണിംഗ് സർ. കാശി തലകുലുക്കി. അവൻ ഹാളിനുള്ളിലേക്ക് കയറിയില്ല. വാതിൽക്കൽ നിന്ന് തന്നെ ചോദിച്ചു, പ്രാക്ടീസ് എങ്ങനെയുണ്ട് ടീച്ചർ? നന്നായി നടക്കുന്നുണ്ട് സർ. അവൻ കുട്ടികളെ ഒന്ന് നോക്കി. സമയം കുറവാണ്, പെട്ടെന്ന് തീർക്കണം. ഓക്കെ സർ. അത്രമാത്രം. കാശി തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം പോലും അധികം നിന്നില്ല. അവൻ പോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ തമ്മിൽ പതുക്കെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മതി മതി, എല്ലാവരും പൊസിഷനിൽ നിൽക്കൂ. ഇതിനിടെ വരാന്തയിലൂടെ നടന്നു പോകുന്ന കാശിയുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഹാളിനുള്ളിൽ കണ്ട ആ നൃത്ത പരിശീലനം, കുട്ടികളുടെ ചിരി, കയ്യടികൾ, അതൊക്കെ അവന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മയുടെ വാതിൽ മെല്ലെ തുറന്നു. ഒരു സ്കൂൾ സ്റ്റേജ്, കൈയടിക്കുന്ന ആളുകൾ, ആ ചിരിക്കുന്ന മുഖം. പിന്നെ പെട്ടെന്ന് ആ ഓർമ്മ അവിടെ തന്നെ മുറിഞ്ഞു. കാശി ഒരു ദീർഘനിശ്വാസം വിട്ടു. അവൻ വീണ്ടും ഓഫീസിലേക്ക് നടന്നു. ഇവിടെ പരിശീലനം കഴിഞ്ഞ് കുട്ടികൾക്ക് 10 മിനിറ്റ് ഇടവേള കൊടുത്തു. അവർ വെള്ളം കുടിക്കാൻ പുറത്തേക്ക് ഓടി. ഇന്ദു മേശപ്പുറത്തിരുന്ന വെള്ളക്കുപ്പി എടുത്ത് കുടിക്കുമ്പോഴാണ് പിന്നിൽ ഒരു ശബ്ദം. ടീച്ചർ. തിരിഞ്ഞു നോക്കിയപ്പോ രാജേഷ് സാർ. മുഖത്ത് പതിവ് പുഞ്ചിരി. എന്താ രാജേഷ് സാർ? എനിക്ക് തോന്നുന്നത് അവസാനം കുട്ടികളെയൊക്കെ മാറ്റി നിർത്തി ടീച്ചർ തന്നെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമെന്നാണ്. ഇന്ദു ചിരിച്ചു. എന്നെ കളിയാക്കുകയാണോ സാർ? അല്ലല്ലോ, ഇത്ര നന്നായി പഠിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞതാ. ഏയ്, അങ്ങനെയൊന്നുമില്ല. കുട്ടികളാണ് നന്നായി ചെയ്യുന്നത്. രാജേഷ് സാർ മതിലിൽ ചാരി നിന്നു. ഇല്ല ടീച്ചറെ, ശരിക്കും പറയുകയാ, ഈ വർഷം വാർഷികാഘോഷം നന്നായിരിക്കും. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെയല്ലേ ചെയ്യുന്നത്? ഇന്ദു തലകുലുക്കി. അതെ, എല്ലാവരും നന്നായി ശ്രമിക്കുന്നുണ്ട്. രാജേഷ് ഒന്ന് ചിരിച്ചു. ശരി, ഞാൻ പോട്ടെ ടീച്ചറെ. ശരി സർ. രാജേഷ് നടന്നുപോയി. ഇന്ദു വീണ്ടും കുട്ടികളുടെ അടുത്തേക്ക് തിരിഞ്ഞു. എല്ലാവരും വന്നോ? വാ മക്കളെ, ഒരു തവണ കൂടി നമുക്ക് നോക്കാം. വീണ്ടും സംഗീതം മുഴങ്ങി. വീണ്ടും പരിശീലനം തുടങ്ങി. അപ്പോൾ ഓഫീസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന കാശിനാഥന്റെ കണ്ണുകൾ ഒരു നിമിഷം ആ ഹാളിലേക്ക് നീണ്ടു. അവിടെ കുട്ടികൾക്കൊപ്പം നിന്ന് നൃത്തച്ചുവടുകൾ ശരിയാക്കി കൊടുക്കുന്ന ഇന്ദുവിനെ അവൻ കണ്ടു. അടുത്ത നിമിഷം തന്നെ അവൻ ജനലിന്റെ തിരശീല വലിച്ചിട്ട് വീണ്ടും തന്റെ ഫയലുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. വൈകുന്നേരത്തെ അവസാന ബെൽ മുഴങ്ങിയതോടെ സ്കൂൾ മുറ്റം വീണ്ടും കുട്ടികളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞു. ബൈ ടീച്ചറെ, നാളെ കാണാം. ചെറിയ കുട്ടികൾ ഓടിയും ചിരിച്ചും ഗേറ്റിലേക്ക് പോയി. ഓരോരുത്തരെയും വിളിക്കാൻ രക്ഷിതാക്കളും എത്തിക്കഴിഞ്ഞിരുന്നു. സ്കൂളിന്റെ ഒരു വശത്ത് വാർഷികാഘോഷത്തിന്റെ പ്രാക്ടീസ് മാത്രം ഇനിയും തുടർന്നുകൊണ്ടിരുന്നു.
ഹാളിനുള്ളിൽ സ്പീക്കറിൽ നിന്ന് പാട്ട് മെല്ലെ കേൾക്കുന്നുണ്ട്. ഒരു തവണ കൂടി, ഇത് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് മതി, ഇന്ദു കൈകൊട്ടി പറഞ്ഞു. വലത്തോട്ട് തിരിയുമ്പോൾ എല്ലാവരും ഒരേപോലെ തിരിയണം കേട്ടോ, അല്ലാതെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയാൽ പറ്റില്ല. കുട്ടികൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പൊസിഷനിൽ നിന്നു. പാട്ട് വീണ്ടും തുടങ്ങി. ഇന്ദു ഓരോരുത്തരുടെയും അടുത്തേക്ക് ചെന്ന് ചുവടുകൾ ശരിയാക്കി കൊടുത്തു. മോളെ, കൈ കുറച്ച് മുകളിലേക്ക്. അതെ അതെ, ഇപ്പോ ശരിയായി. ഏകദേശം 20 മിനിറ്റോളം കൂടി പ്രാക്ടീസ് നീണ്ടു. അപ്പോഴേക്കും പുറത്ത് ഇരുട്ട് വീഴാൻ തുടങ്ങിയിരുന്നു. മീര വാതിൽക്കൽ വന്ന് നിന്നു. ഇന്ദു ഇന്ദു തിരിഞ്ഞു നോക്കി. എന്താടി? ഞാൻ ഇറങ്ങുവാ, നീ വരുന്നില്ലേ? ഇന്ദു കുട്ടികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ലടി, ഇവരുടെ ഒരു റൗണ്ട് കൂടിയുണ്ട്, നീ പോയിക്കോ, ഞാൻ വന്നോളാം. ഉറപ്പല്ലേ? ആടി, നീ ചെല്ല്. ശരി, നാളെ കാണാം. ശരി. മീര ബാഗ് തോളിലിട്ട് പുറത്തേക്ക് നടന്നു. ഇന്ദു വീണ്ടും കുട്ടികളുടെ അടുത്തേക്ക് തിരിഞ്ഞു. വാ മക്കളെ, ഇത് കഴിഞ്ഞ ഇന്നത്തേക്ക് വിടാം. അവസാനമായി ഒരു തവണ കൂടി പാട്ടിട്ടു. പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ കൈയടിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി. ഗേറ്റിന് മുന്നിൽ അവരുടെ അമ്മമാരും അച്ഛന്മാരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബൈ ടീച്ചറെ, നാളെ വരാം. ശരി മക്കളെ, സൂക്ഷിച്ചു പോണേ. അവസാനത്തെ കുട്ടിയും പോയപ്പോൾ ഹാള് പൂർണ്ണമായും നിശബ്ദമായി. ഇന്ദു സ്പീക്കർ ഓഫ് ചെയ്തു. കസേരകൾ ഒതുക്കി വെച്ചു. വെള്ളക്കുപ്പി ബാഗിലാക്കി. ഒരു നിമിഷം ചുറ്റും നോക്കി. രാവിലെ മുതൽ കുട്ടികളുടെ ചിരിയും ശബ്ദവും നിറഞ്ഞിരുന്ന ഹാൾ ഇപ്പോൾ ശൂന്യമാണ്. അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് വാതിൽ പൂട്ടി പുറത്തേക്കിറങ്ങി. വരാന്തയിലൂടെ മെല്ലെ നടന്നു. ഓഫീസ് മുറി പൂട്ടിക്കൊണ്ടിരുന്ന രാജേട്ടൻ അവളെ കണ്ടു. ടീച്ചറെ, ഇന്നും വൈകിയല്ലോ. ഇന്ദു ചിരിച്ചു. വാർഷികാഘോഷം കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെയായിരിക്കും രാജേട്ടാ. ആ ശരി ശരി. അവൾ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. ആകാശം ഓറഞ്ച് നിറത്തിൽ നിന്ന് പതിയെ ചാരനിറത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ബസ് സ്റ്റോപ്പിൽ 2-3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദു ബാഗ് തോളിൽ ഒതുക്കി വെച്ച് ബസ് വരുന്ന വഴിയിലേക്ക് നോക്കി നിന്നു. ഒരു ബസ് വന്നു, പക്ഷേ അത് വേറെ റൂട്ടിലേക്കുള്ളതായിരുന്നു. വീണ്ടും നിശബ്ദത. കാറ്റ് മെല്ലെ വീശി. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു വെളുത്ത കാർ വരുന്നത് കണ്ടത്. ദൂരെ നിന്ന് വന്നിരുന്ന വെളുത്ത കാർ ബസ് സ്റ്റോപ്പ് കടന്നുപോയി. ഇന്ദു അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾ വീണ്ടും റോഡിന്റെ അങ്ങേയറ്റത്തേക്ക് നോക്കി. ബസ് വരാനുണ്ടോ എന്നായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ. കാറ് കുറച്ച് മുന്നോട്ട് പോയി. പിന്നെ പെട്ടെന്ന് ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞു. കാറ് പതുക്കെ സൈഡിലേക്ക് ഒതുങ്ങി. റിവേഴ്സ് ഒന്നും എടുത്തില്ല. കുറച്ച് മുന്നിലായി നിർത്തിയ ശേഷം ഡ്രൈവറുടെ സൈഡിലെ ഗ്ലാസ് താഴ്ന്നു. ആകത്ത് കാശിനാഥൻ. ടീച്ചറെ, ഇന്ദു ഒന്ന് ഞെട്ടി നോക്കി. ബസ് കിട്ടിയില്ലേ? ഇല്ല സാർ, ഇതുവരെ വന്നില്ല. കാശി റോഡിലേക്കൊന്ന് നോക്കി. കുറെ നേരമായോ നിൽക്കാൻ തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഒരു നിമിഷം നിശബ്ദം. പിന്നെ അവൻ വളരെ സാധാരണ പോലെ പറഞ്ഞു. ഞാനും ആ വഴിക്കാണ്, കയറിക്കോളൂ. അവൾ 2 നിമിഷം ആലോചിച്ചു. ചുറ്റും നോക്കി. ബസ് വരാനുള്ള ലക്ഷണമൊന്നും കാണാനില്ല. ശരി സാർ, മെല്ലെ പറഞ്ഞു. കാറിന്റെ പിൻവാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ കാശി പറഞ്ഞു, മുന്നിലിരുന്നോളൂ, പിന്നിൽ ഫയലൊക്കെ ഉണ്ട്. ഓ. ഇന്ദു മുൻവാതിൽ തുറന്ന് മെല്ലെ കയറി. വാതിലടച്ചു. സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ചെറിയൊരു മടിയുണ്ടായി അവൾക്ക്. കാശി അതൊന്നും ശ്രദ്ധിക്കുന്നത് പോലെ പോലും നടിച്ചില്ല. കാറ് മെല്ലെ മുന്നോട്ട് നീങ്ങി. 5-6 മിനിറ്റ്. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കാറിനുള്ളിൽ AC-യുടെ നേരിയ ശബ്ദം മാത്രം. കാശി ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചു. ഇന്ദു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. വഴിയരികിലെ കടകളും ആളുകളും ഓരോന്നായി പിന്നിലേക്ക് മറിഞ്ഞു പോകുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാശി തന്നെ നിശബ്ദത പൊളിച്ചു. കുട്ടികൾക്ക് പ്രാക്ടീസ് എങ്ങനെ? നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. കാശി തലകുലുക്കി. വീണ്ടും മൗനം. അതേസമയം കാശിയുടെ മനസ്സിലും പല ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ മുഖത്ത് അതൊന്നും തെളിഞ്ഞില്ല. കുറച്ചു ദൂരം കൂടി പിന്നിട്ടപ്പോൾ ജംഗ്ഷനിലെ ചായക്കടയുടെ മുന്നിലെത്തി. അവിടെ പതിവ് പോലെ കുറച്ച് ആളുകൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ രാജേഷ് സാറും ഉണ്ടായിരുന്നു. കയ്യിൽ ചായ ഗ്ലാസ്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് റോഡിലൂടെ വന്ന കാർ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, എടാ രാജേഷേ, അത് നിന്റെ സ്കൂളിലെ ടീച്ചറല്ലേ? രാജേഷ് നോക്കി. കാറ് ജംഗ്ഷൻ കടന്നു പോവുകയായിരുന്നു. മുൻസീറ്റിലിരിക്കുന്ന ഇന്ദുവിനെ അവൻ വ്യക്തമായി കണ്ടു. സ്റ്റിയറിംഗിൽ കാശിനാഥൻ. ആ, നമ്മുടെ സ്കൂളിലെ ഇന്ദു ടീച്ചറാണ്. അടുത്തുനിന്ന് മറ്റൊരാൾ ചിരിച്ചു. അപ്പൊ പ്രിൻസിപ്പാളും ടീച്ചറും ഒരുമിച്ചാണല്ലോ പോക്ക്.
വാർഷികാഘോഷത്തിന്റെ മീറ്റിംഗ് ഒക്കെ ആയിരിക്കും. മറ്റൊരാൾ കളിയാക്കി. അല്ലടാ, ഇനി ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്തോ. അവര് പൊട്ടിച്ചിരിച്ചു. രാജേഷും കൂടെ ചെറുതായി ചിരിച്ചു. പക്ഷേ ആ ചിരി അവന്റെ കണ്ണിലെത്തിയില്ല. അവന്റെ കയ്യിലെ ഗ്ലാസ് അറിയാതെ ഒന്ന് മുറുക്കി പിടിച്ചു. മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത. കാർ അപ്പോഴേക്കും ജംഗ്ഷൻ കടന്ന് മുന്നോട്ട് പോയിരുന്നു. അതൊന്നും അറിയാതെ ഇന്ദു ഇപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാശി ഒന്നും സംസാരിച്ചില്ല. സ്റ്റിയറിങ്ങിൽ വിരലുകൾ മെല്ലെ തട്ടിക്കൊണ്ട് അവൻ റോഡിലേക്ക് മാത്രം ശ്രദ്ധിച്ചു. കാറിനുള്ളിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. ആ നിശബ്ദത രണ്ടുപേർക്കും അസ്വസ്ഥതയുണ്ടാക്കിയില്ല. കാറ് മെല്ലെ മുന്നോട്ട് നീങ്ങി. ജംഗ്ഷൻ പിന്നിലായി. പുറത്ത് സന്ധ്യയുടെ വെളിച്ചം പതിയെ മങ്ങിക്കൊണ്ടിരുന്നു. വഴിയരികിലെ കടകളിൽ ഓരോന്നായി ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം മാത്രമാണ് കാറിനുള്ളിലെ നിശബ്ദതയെ ഇടയ്ക്കിടെ മുറിച്ചു കടന്നത്. ഇന്ദു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. സംസാരിക്കണമെന്ന് തോന്നിയെങ്കിലും എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. കാശിയും അതുപോലെ തന്നെ. സ്റ്റിയറിങ്ങിൽ കണ്ണും മനസ്സും വെച്ച് കാർ ഓടിക്കുകയായിരുന്നു അവൻ. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ, ടീച്ചറുടെ വീട് ഏത് ഭാഗത്താ? കാശി റോഡിൽ നിന്നും കണ്ണു മാറ്റാതെ ചോദിച്ചു. കിഴക്കേ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇടത്തോട്ടുള്ള റോഡാ സാർ. വീണ്ടും മൗനം. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ചെറിയ മഴത്തുള്ളി കാറിന്റെ ഗ്ലാസ്സിൽ വീണു. അതിനുശേഷം ചെറുതായി ചാറൽ തുടങ്ങി. കാശി വൈപ്പർ ഓണാക്കി. മഴയുടെ ശബ്ദം കാറിനുള്ളിലേക്ക് ഒരു ചെറിയ തണുപ്പ് കൊണ്ടുവന്നു. ഇന്ദു അറിയാതെ പുറത്തേക്ക് നോക്കി ചിരിച്ചു. എന്താ? കാശി ചോദിച്ചു. ഒന്നുമില്ല സാർ. ഈ മഴ കണ്ടപ്പോ വാർഷികാഘോഷത്തിന്റെ ദിവസം മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു. കാശി ചെറുതായി തലകുലുക്കി. പെയ്യില്ല. ഇന്ദു അറിയാതെ ഒന്ന് ചിരിച്ചു. അങ്ങനെയാണോ? അതോടെ സംഭാഷണം വീണ്ടും അവസാനിച്ചു. ആ ചെറിയ പുഞ്ചിരി വന്നതുപോലെ തന്നെ മാഞ്ഞുപോയി. കാർ കിഴക്കേ ജംഗ്ഷൻ കടന്നു. സാർ, ഇവിടെ നിന്ന് ഇടത്തോട്ടാ. കാശി ഇൻഡിക്കേറ്റർ ഇട്ട് കാറ് തിരിച്ചു. റോഡ് കുറച്ചുകൂടെ ഇടുങ്ങിയതായിരുന്നു. രണ്ടു വശവും വീടുകൾ. കുറച്ചു കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അവരെല്ലാം കാർ വരുന്നത് കണ്ടപ്പോ വഴിമാറി നിന്നു. ഇന്ദു മുന്നോട്ട് കൈ ചൂണ്ടി. ആ പച്ച ഗേറ്റുള്ള വീടാണ് സാർ. കാശി കാർ മെല്ലെ ഗേറ്റിന് മുന്നിൽ നിർത്തി. എഞ്ചിൻ ഓഫ് ചെയ്തില്ല. ഇന്ദു ബാഗ് എടുത്തു. ഒരുപാട് നന്ദി സാർ. കാശി ചെറുതായി തലകുലുക്കി. ഇന്ദു വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോ, ടീച്ചറെ, അവൾ തിരിഞ്ഞു. നാളെ രാവിലെ റിഹേഴ്സല് 10 മണിക്ക് തുടങ്ങില്ലേ? അതെ സാർ. കുട്ടികളെ കുറച്ച് നേരത്തെ വിളിച്ചോളൂ. ശരി സാർ. ഓക്കെ. അതിനുശേഷം കാശി ഒന്നും പറഞ്ഞില്ല. ഇന്ദു മെല്ലെ കാറിൽ നിന്ന് ഇറങ്ങി. വാതിലടച്ചു. ശരി സാർ. കാശി വെറുതെ ഒന്ന് തലകുലുക്കി. കാറ് പതിയെ മുന്നോട്ട് നീങ്ങി. ഇന്ദു ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറുമ്പോഴും ആ കാറ് റോഡിന്റെ വളവ് തിരിഞ്ഞ് മറയുന്നത് വരെ അറിയാതെ നോക്കി നിന്നു. ആരാ മോളെ? മുറ്റത്ത് ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊണ്ടിരുന്ന സാവിത്രി ചോദിച്ചു. സ്കൂളിൽ നിന്നുള്ള സാറായിരുന്നു അമ്മേ. വാർഷികാഘോഷത്തിന്റെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോ ബസ് കിട്ടിയില്ല. അതാ ഈ വഴിക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ കൊണ്ടുവിട്ടത്. ഓ. സാവിത്രി അതിൽ കൂടുതലൊന്നും ചോദിച്ചില്ല. വാ, കൈ കഴുക്. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വരാം അമ്മേ. ഇന്ദു അകത്തേക്ക് നടന്നു. അതേസമയം കാശിയുടെ കാർ റോഡിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അവന്റെ മനസ്സിൽ ആ ദിവസത്തെ സ്കൂളിലെ കാര്യങ്ങളായിരുന്നു. അതിനിടയിൽ ഒരു നിമിഷം ഇന്ദുവിന്റെ മുഖവും മനസ്സിലൂടെ കടന്നുപോയി. അടുത്ത നിമിഷം തന്നെ അവൻ ആ ചിന്ത മാറ്റി. സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കി. കാർ നേരെ ഹരിശ്രീയിലേക്ക് പാഞ്ഞു. രാവിലെ സ്കൂൾ പതിവ് പോലെ തിരക്കിലായിരുന്നു. ഗേറ്റിന് മുന്നിൽ കുട്ടികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. വാർഷികാഘോഷം അടുത്തതുകൊണ്ട് എല്ലാവർക്കും എന്തോ ഒരു ആവേശം. ഇന്ദു ക്ലാസ്സിൽ കയറി ഹാജർ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജേട്ടൻ വാതിൽക്കൽ വന്ന് നിന്നത്. ടീച്ചറെ, സാറ് വിളിക്കുന്നുണ്ട്. ഇന്ദു ഒന്ന് അമ്പരന്നു. ഇപ്പോഴോ? ഓഫീസിലുണ്ട്. ഇന്ദു രജിസ്റ്റർ മേശപ്പുറത്ത് വെച്ച് ഓഫീസിലേക്ക് നടന്നു. വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അവൾ മെല്ലെ മുട്ടി. സാർ. അകത്ത് കാശിനാഥൻ കുറച്ച് ഫയലുകൾ നോക്കുകയായിരുന്നു. തലയുയർത്തി നോക്കിയിട്ട് മുന്നിലെ കസേര ചൂണ്ടിക്കാട്ടി. ഇരുന്നോളൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. അവനൊരു പേപ്പർ എടുത്തു. വാർഷികാഘോഷത്തിന്റെ പരിപാടികളുടെ ലിസ്റ്റ് നോക്കിയിരുന്നു. ഡാൻസിന്റെ സമയം കുറച്ച് കൂടുതലാണ്. 10 മിനിറ്റിനുള്ളിൽ ഒതുക്കാൻ പറ്റുമോ? ഇന്ദു പേപ്പർ വാങ്ങി നോക്കി. പറ്റും സാർ. 2 ഐറ്റം ചേർത്തിട്ടുള്ളത് ഒന്ന് കുറച്ചാൽ മതി. ശരി, അങ്ങനെ ചെയ്യാം. പിന്നെ, കാശി വീണ്ടും പറഞ്ഞു,
കുട്ടികൾക്ക് പരീക്ഷയും അടുത്തല്ലേ, പ്രാക്ടീസ് കാരണം പഠിത്തം മുടങ്ങരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. ശരി സാർ. ഇന്ദു തലകുലുക്കി. അതോടെ സംസാരം തീർന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി. ഓഫീസിന് പുറത്തു നിന്നിരുന്ന രാജേഷ് സാർ അത് കണ്ടു. എന്താ ടീച്ചറെ, ഇത്രയും നേരം മീറ്റിംഗ് ആയിരുന്നോ? ഇന്ദു ചിരിച്ചു. അയ്യോ, മീറ്റിംഗ് ഒന്നുമല്ല, ഡാൻസിന്റെ ടൈം കുറയ്ക്കാൻ പറഞ്ഞതായിരുന്നു. ഓ. രാജേഷ് അത്രയും പറഞ്ഞു നിന്നു. പക്ഷെ ഉള്ളിൽ എന്തോ ഒരു ചിന്ത കയറി. ഇത്ര ചെറിയ കാര്യം പറയാൻ സ്റ്റാഫ് റൂമിൽ ഇത്ര ചെറിയ കാര്യം പറയാൻ വിളിക്കണോ? സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതവൻ പുറത്തു കാട്ടിയില്ല. അപ്പോഴേക്കും ബെൽ മുഴങ്ങി. ഓരോരുത്തരും സ്വന്തം ക്ലാസ്സുകളിലേക്ക് നടന്നു. ഓഫീസിനുള്ളിൽ കാശി വീണ്ടും ഫയലുകളിലേക്ക് തലകുനിച്ചു. അവന് അതൊരു സാധാരണ ജോലി ദിവസം മാത്രമായിരുന്നു. പക്ഷേ ഓഫീസിന് പുറത്തു നിന്ന് രാജേഷ് അവിടേക്കൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ആദ്യമായി ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ സ്കൂൾ ഉണർന്നിരുന്നു. സാധാരണ ദിവസങ്ങളിലേതുപോലെയല്ല ഇന്ന്. ഗേറ്റിൽ നിറമുള്ള തോരണങ്ങൾ കാറ്റിലാടുന്നു. മുറ്റത്ത് പൂക്കളമൊരുക്കുന്ന കുട്ടികൾ. സ്റ്റേജിന് മുന്നിൽ നിരനിരയായി കസേരകൾ. സ്പീക്കറിലൂടെ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന ശബ്ദം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓരോ മൂലയിലും ഓരോരോ തിരക്ക്. ഇന്ദു രാവിലെ തന്നെ സാരിയുടെ മുന്താണിയൊന്ന് ശരിയാക്കി സ്റ്റേജിന് പിന്നിലേക്ക് നടന്നു. ടീച്ചറെ, 2-3 പെൺകുട്ടികൾ ഓടി വന്നു. ഞങ്ങളുടെ മാലയൊന്ന് ശരിയാക്കി തരുമോ? അയ്യോ, നിൽക്ക് മോളെ, ഓരോരുത്തരെ വാ. അവൾ ഓരോ കുട്ടിയുടെയും മുടിയും പൂവും ആഭരണവും ശരിയാക്കി കൊടുത്തു. ഇന്ന് പേടിക്കരുത് കേട്ടോ, പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി, തെറ്റിയാലും നിർത്തരുത്. കുട്ടികൾ ഒരുമിച്ച് തലകുലുക്കി. ശരി ടീച്ചറെ. അപ്പോഴേക്കും മീര അങ്ങോട്ട് വന്നു. ഇന്ദു, ആങ്കറിങ് ചെയ്യുന്ന കുട്ടികളെ ഞാൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാ. നിന്റെ ഡാൻസ് ടീം റെഡിയാണോ? ആ, ഏകദേശം റെഡിയായി. ഇനി 5 മിനിറ്റ്. ആ ശരി. ഇതിനിടയിൽ കാശി ഗ്രൗണ്ടിലൂടെ നടന്ന് ഓരോ ഒരുക്കങ്ങളും നോക്കുകയായിരുന്നു. സ്റ്റേജിന്റെ അലങ്കാരം, അതിഥികൾക്കുള്ള ഇരിപ്പിടം, സൗണ്ട് സിസ്റ്റം എല്ലാം ഒന്ന് നോക്കി രാജേട്ടനോട് പറഞ്ഞു. രാജേട്ടാ, മുൻനിരയിലെ 2 കസേര കൂടി ഇങ്ങോട്ടൊന്ന് നീക്കിയിട്ടോളൂ. ശരി സാർ. കുട്ടികൾ സ്റ്റേജിന് പിന്നിൽ തിരക്ക് കൂട്ടരുത്, അതും ഒന്ന് ശ്രദ്ധിക്കണം. ശരി സാർ. കാശി തലകുലുക്കി വീണ്ടും മുന്നോട്ട് നടന്നു. അവൻ സംസാരിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധിച്ചത് ഓരോ കാര്യവും കൃത്യമായി നടക്കുന്നുണ്ടോ എന്നായിരുന്നു. 9 മണിയോടെ അതിഥികൾ എത്തിത്തുടങ്ങി. ഹരിശ്രീയിൽ നിന്ന് ജാനകിയും ദേവകിയമ്മയും മാധവനും ശാരദയും അനുവും എല്ലാവരും ഒരുമിച്ചെത്തി. ഗേറ്റിൽ നിന്ന് തന്നെ കുട്ടികൾ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. വരൂ മാഡം. ജാനകി ചുറ്റും നോക്കി. സ്കൂൾ നന്നായി അലങ്കരിച്ചിട്ടുണ്ടല്ലോ. ദേവകിയമ്മ ചിരിച്ചു. കുട്ടികൾക്ക് സന്തോഷമാവട്ടെ. അവരെ മുൻനിരയിലെ സീറ്റിലിരുത്തി. ഇന്ദു ദൂരെ നിന്നുകൊണ്ട് അത് കണ്ടു. ജാനകി അവളെ കണ്ടതും പുഞ്ചിരിച്ചു കൈ ഉയർത്തി. ഇന്ദുവും ചെറുതായി പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ആങ്കറിന്റെ ശബ്ദം മൈക്കിലൂടെ മുഴങ്ങി. എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. കൈയടി ഉയർന്നു. പ്രാർത്ഥനാ ഗീതത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. അതിനുശേഷം ആങ്കർ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന കാശിനാഥൻ സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടികൾക്കിടയിൽ നിന്ന് കാശി പതുക്കെ സ്റ്റേജിലേക്ക് കയറി മൈക്കിന് മുന്നിൽ നിന്നു. ഒരു നിമിഷം എല്ലാവരെയും നോക്കി. പിന്നെ വളരെ ലളിതമായി പറഞ്ഞു, ഇന്ന് നമ്മുടെ കുട്ടികളുടെ ദിവസമാണ്. അവർ കുറച്ചു ദിവസങ്ങളായി കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ പരിപാടികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവർക്ക് കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കണം. അതുമതി. എല്ലാവർക്കും നന്ദി. അത്രമാത്രം. 5 മിനിറ്റ് പോലും നീളാത്ത പ്രസംഗം. പക്ഷെ സ്റ്റേജിന് മുന്നിലിരുന്ന എല്ലാവരും കൈയടിച്ചു. കാശി വീണ്ടും തന്റെ സീറ്റിലേക്ക് നടന്നു. ജാനകി ദേവകിയമ്മയുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, കണ്ടോ അമ്മേ, അവന് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി പക്വത വന്നിട്ടുണ്ട്. ദേവകിയമ്മ ഒന്നും പറഞ്ഞില്ല. വെറുതെ കൊച്ചുമകനെ ഒന്ന് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ആദ്യ പരിപാടിയുടെ സംഗീതം സ്റ്റേജിൽ മുഴങ്ങി തുടങ്ങി. തുടരും. ഹലോ ഡിയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞത്, ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരുന്നല്ലോ നമ്മൾ കഥ ഇടാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എഴുതി അത് എഡിറ്റ് ചെയ്ത് പിന്നെ റെക്കോർഡ് ചെയ്ത് പിന്നെ അതും എഡിറ്റ് ചെയ്ത് തംബ്നെയിലെല്ലാം കൂടി ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ ഒരു ദിവസം പോരാത്തതുകൊണ്ടാണ് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഡെയിലി കഥ ഇടുന്നത്
ഇടുന്നതിനോടാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വീഡിയോ എഡിറ്റ് ചെയ്യാനും സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും ഇരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നതാണ്. അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് ഡെയിലി കഥകൾ തരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ അത്രയും വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ കഥകളിൽ ബ്രേക്ക് ഇടാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളെ നേരത്തെ കൂട്ടി അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കഥയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവതരണത്തിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. മുമ്പ് ഞാൻ ലാൻഡ്സ്കേപ്പിൽ PDF ആയിട്ടായിരുന്നു വായിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചുകൂടിയും നിങ്ങൾക്ക് സൗകര്യം ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോർട്രേറ്റ് മോഡിലോട്ട് മാറ്റിയത് കേട്ടോ. കാരണം എല്ലാവരും ഫോണിലല്ലേ കൂടുതലും വീഡിയോസ് കാണുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് കൂടി പറയണേ. അതുപോലെ തന്നെ നമ്മൾ ഇനി സൺഡേസിൽ അല്ലെങ്കിൽ സാറ്റർഡേയ്സ് ഞാൻ ഒരു ദിവസം നോക്കട്ടെ. അപ്പോൾ ആഴ്ചയിൽ അങ്ങനെ ഒരു ദിവസം ഞാൻ ഷോർട്ട് സ്റ്റോറി കൂടി തരാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഒരു പ്ലാൻ കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റ പാർട്ടിൽ തീരുന്ന കഥകളുണ്ടല്ലോ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നീളുന്ന ഷോർട്ട് സ്റ്റോറീസ് കൂടി ഞാൻ തരാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ മിക്കവാറും അത് നെക്സ്റ്റ് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഞാൻ തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ കഥകളെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയും പേരുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ശരിക്കും ഒരുപാട് സന്തോഷമായി. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാവരുടെ കമൻസും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നാളെ കാണാം.